അള്ളാന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യ നിനക്കൊരു ഭൂതകാലമില്ലയോ? ഏത് ഭൂതകാലമെന്നറിയുമോ? അള്ളാഹു നിന്നെ ഒരു രേതസ്കണത്തിൽ നിന്ന് പടച്ചെടുത്ത ശൂന്യതയുടെ കാലം അള്ളാഹു നമ്മളെ ഭൂലോകത്തേക്ക് പടയ്ക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ജീവിതത്തിന്റെ യാത്ര. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന്, പിതാവിന്റെ മുതുകിലെ രേതസ്കണത്തിൽ നിന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വന്ന് അവിടുത്തെ 9 മാസത്തെ ജീവിതം കഴിഞ്ഞ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭയവിഹ്വലതയോടെ പൊട്ടിക്കരയുന്ന ഒരു കൊച്ചു കുഞ്ഞായി ഭൂലോകത്തേക്ക് വന്നു. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, മിൻ നുത്ഫത്തിൻ അംശാദിൻ നബ്തലീ. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചില്ലയോ ഭൂമിയിലേക്ക്? സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിന്റെ യാത്ര തുടങ്ങുകയാണ്. ഒറ്റയടി പാതയിലൂടെ നമ്മൾ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒറ്റയടി പാത. ശാഖകളില്ല, പിരിവുകളില്ല, എവിടേക്കും നോക്കേണ്ട കാര്യമില്ല. ആ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോ ആ ഒറ്റയടി പാതയാണ് പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള കാലം. പ്രായപൂർത്തിയാകുന്നത് വരെ അവന് ഹലാലുകളില്ല, ഹറാമുകളില്ല, മുബാഹുകളില്ല, ഫർളുകളില്ല, സുന്നത്തുകളില്ല. അല്ലാഹ് പറയുകയാണ്, നിനക്ക് കാണാനുള്ള കണ്ണ് ഞാൻ തന്നു. വബസീറ, നിനക്ക് കാണാനുള്ള കണ്ണ് ഞാൻ തന്നു. വസമിയ, നിനക്ക് കേൾക്കാനുള്ള ശക്തിയും തന്നു. സത്യവും അസത്യവും തിരിച്ചറിയാൻ പാകതയെത്തുമ്പോ, ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ പാകതയെത്തുമ്പോ, സത്യാസത്യ വ്യവച്ഛേദനത്തിനും ധർമാധർമ്മ വ്യതിരക്തതയ്ക്കും നിന്റെ ഹൃദയം ഭാഗമാകുമ്പോ, ഇപ്പോൾ നീ കൊച്ചുകുട്ടിയല്ല, നീ പ്രായപൂർത്തിയായി. തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ നിനക്കൊരു പാകതയെത്തുമ്പോ അല്ലാഹ് പറയുന്നു, നിന്റെ പാത രണ്ടായി പിരിയുകയാണ്. ഇന്നാ ഹദൈനാഹു സബീൽ. ഇതാ നിന്റെ മുമ്പിൽ 2 വഴി ഞാൻ വെട്ടി തുറക്കുന്നു. ഏത് വഴിയെന്നറിയുമോ? ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്ന് സത്യത്തിന്റെ പാത, മറ്റൊന്ന് അസത്യത്തിന്റെ പാത. അല്ലാഹ് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ 2 പാതയുണ്ട്. ഇതിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ സഞ്ചരിക്കാം. അല്ലാഹ് പറയുന്നു, 2 പാത നിന്റെ മുമ്പിലുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. 2 വഴികൾ. ഒന്ന് സത്യത്തിന്റെ പാത, മറ്റൊന്ന് സത്യത്തിന്റെ പാത. ഒന്ന് ധർമ്മത്തിന്റെ പാത, മറ്റൊന്ന് അധർമ്മത്തിന്റെ പാത. ഒന്ന് വെളിച്ചത്തിന്റെ പാത, മറ്റൊന്ന് ഇരുട്ടിന്റെ പാത. ഒന്ന് തമസിന്റെ പാത, മറ്റൊന്ന് ജ്യോതിസിന്റെ പാത. ഒന്ന് പകലിന്റെ പാത, മറ്റൊന്ന് രാത്രിയുടെ പാത. ഒന്ന് ഹക്കിന്റെ പാത, മറ്റൊന്ന് ബാത്തിലിന്റെ പാത. ഒന്ന് സുന്നത്തിന്റെ പാത, മറ്റൊന്ന് ബിദ്അത്തിന്റെ പാത. ഒന്ന് ഇസ്ലാമിന്റെ പാത, മറ്റൊന്ന് കുഫറിന്റെ പാത. അല്ലാഹ് പറയുന്നു, ഫഹദൈനാഹു നജ്ദൈൻ. നിന്റെ മുമ്പിൽ 2 പാതയും കിടക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കാനെത്തിയവര് എവിടേക്ക് സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കേണ്ടവന് ബുദ്ധിയുള്ള മനുഷ്യനാണ്. എവിടേക്കും പോകാം. ഇടത്തോട്ട് സഞ്ചരിച്ചാൽ പാത സുഗമമാണ്. ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് കിടക്കാം, ഇഷ്ടമുള്ളിടത്ത് കിടന്നിറങ്ങാം. പക്ഷേ ചെല്ലുന്നത് എവിടെയാ? കുൽനാറു ജഹന്നമ അശദ്ദു ഹർറാ. കത്തിക്കാളുന്നൊരു വലിയ തീക്കുണ്ടത്തിലേക്കാണ് നീ പോവുക. അവിടെ കിടന്നിട്ട് ചിറക് കരിഞ്ഞു പോയ ഈ അമ്പാട്ടയെ പോലെ നീ കത്തിക്കരിഞ്ഞ് നിലവിളിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ മുമ്പിൽ 2 പാത സുവ്യക്തമാണ്. ഇന്ന് ലോകത്ത് മനുഷ്യർ സഞ്ചരിക്കുന്നത് ഈ 2 പാതയിലൂടെയാണ്. ഇഷ്ടമുള്ളിടത്തൂടെ സഞ്ചരിക്കാം, അല്ലാഹ് അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ നീ ഇടത്തോട്ട് പോയി എന്ന് വിചാരിച്ച് അപ്പ തലയിൽ വലിയ പേമാരി പെയ്ത് അപ്പ ചത്ത് ഭൂമിയിൽ വീഴത്തൊന്നുമില്ല. നീ ഇടത്തെ പാത തിരഞ്ഞ് നരകത്തിന്റെ പാതയിലൂടെ പോയി എന്ന് വിചാരിച്ചത് കൊണ്ട് ആ സമയത്ത് തന്നെ ചത്തൊടുങ്ങി ഭൂമിയിൽ വീടില്ല. അല്ലാഹ് അങ്ങനെയൊന്നും കൈകാര്യം ചെയ്യില്ല. വലതു ഭാഗമാണോ നേരെ നടക്കുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താം. വലതു ഭാഗമാണോ നേരെ നടക്കുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എവിടെ എത്തണം? സ്വർഗത്തിലെത്തണോ? സ്വർഗം. അള്ളാഹു നമ്മുടെ ഏറ്റവും അവസാനത്തെ വാക്കതാണല്ലോ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും അവസാനത്തെ വാക്കതാണ്. എല്ലാം സഹിക്കുമ്പോഴും എല്ലാം കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, അള്ളാഹു നമ്മളെ കൈവിടില്ല, അവൻ നാളെ സ്വർഗം തരാതിരിക്കില്ല. ആ ഒരു വിശ്വാസമാണല്ലോ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ജീവിതം? അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്താകെ തുകയാണുള്ളത്? ഒരു തുകയുമില്ല. ഈ ഭൂമിയിലെ ക്ഷണികമായ ജീവിതത്തിന്, ക്ഷണിക പ്രഭാചഞ്ചലം,
ക്ഷണികപ്രഭാചഞ്ചലം. ഈ ജീവിതത്തിൻ്റെ ഈ ക്ഷണികമായ യാത്രയിൽ ഏറ്റവും അവസാനത്തെ വാക്ക് അള്ള സ്വർഗം നൽകുമെന്ന വാക്കാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ ഇതേപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു എത്തിച്ചു ചേർക്കട്ടെ. പക്ഷേ ഇടതുഭാഗത്തോട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്കുള്ള യാത്ര നാളെയാണ്. ഇന്ന് തൽക്കാലം നമ്മൾ ഇടത്തോട്ടൊന്ന് പോയി എത്തി നോക്കുകയാണ്. പക്ഷെ എത്തി നോക്കാൻ കഴിയുമോ? നരകം. എന്താ നരകം? നരകം എത്ര ഭയാനകരം എന്നൊരു കാസറ്റ് കേൾക്കാത്തവരിനി ഇവിടെ ആരും ഉണ്ടാവില്ല, എല്ലാവരും കേട്ടതാണ്. അപ്പോൾ നരകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്താ നരകം? ആ നരകത്തിൽ പോയി നമുക്കൊന്ന് എത്തി നോക്കാം, അല്ലേ? എത്തി നോക്കാൻ പറ്റുമോ? എത്തി നോക്കാൻ പറ്റുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകന് പോലും കഴിഞ്ഞില്ല നരകത്തിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് നിൽക്കാൻ. സഹോദരങ്ങളെ, എന്താണ് നരകം? ലോകത്തിന്റെ മുഴുവനും കാരണദൂതരായ എന്റെയും നിങ്ങളുടെയും നേതാവ് ഫഹ്മീ വസ്ലീ വാഖിദു യദീ ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു, ഞാനൊരിക്കൽ മിഅ്റാജിന്റെ യാത്ര പോയപ്പോ അള്ളാഹു എനിക്ക് സ്വർഗവും കാണിച്ചു തന്നു, നരകവും അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. എങ്ങനെയാണ് നമ്മൾ അവിടേക്കൊന്ന് എത്തി നോക്കുക? അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹു എനിക്ക് ആദ്യം കാണിച്ചു തന്നത് സ്വർഗമാണ്. ആ സ്വർഗം ഞാൻ കണ്ടപ്പോ, സ്വർഗത്തിലെ പടവർഗങ്ങളെ കണ്ടപ്പോ, പെട്ടെന്ന് ഞാൻ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല പറിക്കാൻ ഞാൻ എന്റെ വിരലുകൾ നീട്ടി. ലോകത്തിന്റെ തിരുദൂതര് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വർഗം കണ്ടപ്പോ, ആ സ്വർഗത്തിന്റെ പഴങ്ങൾ കണ്ടപ്പോ, ആ സ്വർഗത്തിന്റെ മധുരപാനീയങ്ങൾ കണ്ടപ്പോ, പെട്ടെന്ന് ഞാൻ എന്റെ വിഷയത്തിലേക്ക് ആമുഖമില്ലാതെ കടക്കുകയാണ്. അതിലെ ഒരു മുന്തിരിക്കുല പറിക്കാൻ ഞാൻ എന്റെ കൈകൾ നീട്ടി. എന്നിട്ട് ഞാൻ ആ മുന്തിരിക്കുല പറിക്കാൻ പോയപ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞു, വേണ്ട നബിയേ, അതിവിടെ നിന്ന് കൊയ്തെടുക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അത്ഭുതത്തോടെ സ്വർഗത്തിന്റെ അനുഭൂതി കേട്ടിരുന്ന സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, ആ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല ഞാൻ പറിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്റെ അനുയായികൾ മുഴുവനും ഇന്ന് ഭൂമിയിലിരുന്ന് തിന്നു തീർത്താലും ആ സ്വർഗത്തിന്റെ ഒരു മുന്തിരിക്കുലയിലെ പഴങ്ങൾ തീർക്കാൻ കഴിയില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാനതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. ഇത് കേട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു അത്രേ. എന്നാലും നബിയെ, അതൊന്ന് രുചിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ നബിയെ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യത്തിന്റെ സങ്കടം. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, രണ്ടാമത് ഞാൻ കണ്ടത് നരകമാണ്. ആ നരകത്തെ ഞാൻ അതിന്റെ അടുക്കലേക്ക് എന്നെ മലക്ക് കൊണ്ടുപോയി. ജിബ്രീൽ എന്നെ കൊണ്ടുപോയി നരകത്തിന്റെ ഭാഗത്തേക്ക്. ആ നരകം കത്തിജ്വലിക്കുന്നത് കണ്ടു, ആ നരകം കത്തിജ്വലിക്കുന്നത് കണ്ടു, ആ നരകത്തിന്റെ തീനാളങ്ങൾ ഞാൻ കണ്ടു. നരകത്തിലേക്ക് എത്തുമ്പോൾ സഹോദരങ്ങളെ, എന്താ നരകം? ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ പെട്ടെന്ന് നരകത്തിലേക്ക് കടന്നു വന്നത് എന്താണ്? ഇതിനേക്കാൾ പേടിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. അള്ളാന്റെ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തുന്നത് ജീവനില്ലാത്ത ഒരു വസ്തുവായിട്ടല്ല. അങ്ങനെ നിങ്ങൾ ആരും കരുതി പോകരുത്. ആകാശമണ്ഡലത്തിന്റെ എവിടെയോ അള്ളാഹു നമ്മളെ വലിച്ചെറിയാനുള്ള വെറും കത്തിക്കപ്പെട്ട ഒരു അഗ്നികുണ്ഡമല്ല. ആ നരകത്തെ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി തന്നത് ഒരു ജീവനുള്ള വസ്തുവിനെ പോലെയാണ്. അലമുറയിടയുകയും കരയുകയും അട്ടഹസിക്കുകയും ചെയ്യുന്ന എന്റെ ശബ്ദങ്ങൾ കാണത്തിയ പ്രിയപ്പെട്ട സഹോദര, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പെട്ടെന്ന് വിഷയത്തിലോട്ട് കടന്നത്. ഇല്ലെങ്കിൽ ഇനിയും ഇത് വീണ്ടും നീട്ടേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് നരകം എന്തെന്നറിയോ? ആ നരകം കരയാൻ കഴിയുന്ന, അട്ടഹസിക്കാൻ കഴിയുന്ന, പൊട്ടിക്കരയുന്ന മനുഷ്യനെ പോലെ പൊട്ടിക്കരയുന്ന ഒന്നാണ് നരകമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. ഇതാര് പറഞ്ഞതെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞതാ. അള്ളാഹുവിന്റെ ഖുർആൻ നരകത്തെ കുറിച്ച് പറയുമ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഇദാ റഅതഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നരകത്തിന്റെ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവുകയാ, ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവുകയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ്
അള്ളാന്റെ ഖുർആൻ തന്നെ പറയട്ടെ, നരകം ജീവിതത്തിൽ അവകാശപ്പെട്ടവർ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തെ പറങ്ങകര വിദൂരത്ത് നിന്ന് കാണുമ്പോ, നരകത്തിന്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോഴല്ല, നരകത്തിന്റെ സാമീപ്യത്തിലെത്തുമ്പോഴല്ല, അങ്ങകലെ നിന്നേ നരകത്തെ അവര് കാണുമ്പോ, നരകം നോക്കുമ്പോൾ തന്നിലേക്ക് വരാനുള്ള മനുഷ്യർ നടന്ന് നടന്ന് മഹിശറയിലൂടെ വരുന്നത് കാണുമ്പോ, ആ സമയത്ത് നരകം എന്ത് ചെയ്യുമെന്നറിയുമോ? ഇതാറാത്തഹും മിൻ മക്കാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ആ നരകം കടന്ന് നിലവിളിക്കാൻ തുടങ്ങും, നരകം അട്ടഹസിക്കാൻ തുടങ്ങും. എടാ ഇവിടേക്ക് വാടാ, ഇവിടേക്ക് വാടാ, ഇവിടേക്ക് വാടാ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ജീവനുള്ള ഒരു സിട്ടിപ്പായിട്ടാണ് അല്ലാഹു നരകത്തെ പരിചയപ്പെടുത്തുന്നത്. ആ നരകത്തിന്റെ 70 മൈലുകൾ അപ്പുറം നിൽക്കുമ്പോ നരകവാസികൾ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, എങ്ങനെയാ നരകത്തെ കുറിച്ച് പറയുകയാ, എങ്ങനെയാ നരകത്തെ കുറിച്ച് ഓർക്കുക? അള്ളാന്റെ റസൂല് പറഞ്ഞ്, രാവിലെയും വൈകുന്നേരവും, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകം കടന്ന് അട്ടഹസിക്കും, എനിക്ക് വേണ്ടി വിധിക്കപ്പെട്ടവരെവിടെ, എന്നിലേക്ക് വരാനുള്ളവരെവിടെ, എന്നിലേക്ക് വരാനുള്ളവരെവിടെ? നരകമെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു ജീവിയെ പോലെ. ഞാൻ പറഞ്ഞതല്ല, ഖുർആനല്ലേ പറഞ്ഞത്. യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅത് വതഖൂലു ഹൽ മിൻ മസീദ്. യൗമ നഖൂലു ലിജഹന്നമ, നാളെ പരലോകത്ത് നരകാവാസികളെ നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ അല്ലാഹു നരകത്തോട് ചോദിക്കും, അല്ല നരകത്തോട് ചോദിക്കും, ഏതൊരു തമ്പുരാനാണോ നരകത്തെ പടച്ചത്, ആ തമ്പുരാൻ നരകത്തോട് ചോദിക്കും, ഓ നരകമേ, ഹലിം തലഅതി, നിന്റെ വയറ് നിറഞ്ഞോ നരകമേ, നിന്റെ വള്ള നിറഞ്ഞോ നരകമേ? ആ സമയത്ത് നരകം മറുപടി പറയും, അല്ലാഹുവേ, ഹൽ മിൻ മസീദ്, നിറഞ്ഞില്ല അല്ലാഹുവേ, ഇനിയും ഉണ്ടെങ്കിൽ എന്റെ പള്ളയിലോട്ട് കോരിയിട്ടോ. ഒരിക്കലും നിറയാത്ത പള്ള നരകത്തിന്റെ പള്ളയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രാവിലെയും വൈകുന്നേരം നരകമട്ടഹസിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഇതേ ആളുകൾ ചെല്ലുമ്പോ 70 മൈൽ അകലെ നിന്നുകൊണ്ട് നരകമട്ടഹസിക്കുമ്പോ, ഇവിടേക്ക് വാടാ, ഇവിടേക്ക് വാടാ എന്ന് പറയുമ്പോ ഈ നരകത്തിന്റെ അട്ടഹാസം കേൾക്കാത്ത യുവാക്കളെ, എങ്ങനെയാണ് കള്ളു കുടിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് വ്യഭിചരിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് വട്ടിപ്പലിശ മേടിക്കാൻ കഴിയുന്നത്? ഈ ഭൂലോകത്തിന് മുകളിൽ ഒരു ശപിക്കപ്പെട്ട ജന്മമായി മാറുന്നത്. നിന്നെ ഓർത്തിട്ട് നരകം വിളിക്കുകയാണ്. നീ ആ വിളി നിന്റെ കാതിൽ കേൾക്കുന്നില്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു ദിവസം വരും. അള്ളാഹ് പറയുകയാണ്, അവൻ അതിന്റെ നരകത്തിന്റെ വിളി ഒരു നരകാവകാശിയുടെ ചെവിയിൽ കേൾക്കുമ്പോ അവൻ കിടന്ന് വിളിക്കാൻ തുടങ്ങും, അല്ലാഹുവേ, 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 ഞാൻ ഈ അട്ടഹാസം ദുനിയാവിൽ വെച്ചെന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കണ്ടവൻ നരകത്തിൽ കിടന്ന് നിലവിളിക്കും, അല്ലാഹുവേ, ഞാനിത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ, വള്ളക്കടവിൽ ജീവിച്ചിരിക്കുമ്പോ ഈ നരകത്തിന്റെ വിളി ഒരു പ്രാവശ്യം എന്റെ കാതിലൊന്ന് കേട്ടിരുന്നെങ്കിൽ. അങ്ങനെ നരകത്തിൽ കിടന്നവൻ വിളിക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ പറയും, എടാ, ഒരു പ്രാവശ്യം നിലവിളിച്ചാൽ പോരാ, ഇവിടെ കിടന്ന് ഒരു പ്രാവശ്യം നിലവിളിച്ചാൽ പോരാ. ലാ തദുൽ യൗമ സുബൂറൻ വാഹിദ വദഉ സുബൂറൻ കസീറാ. ഇന്നൊറ്റ ദിവസം നിലവിളിച്ചാ പോരാ, 1000 വട്ടം നിലവിളിച്ചാലും നരകം നിന്നെ വിടില്ലെന്നുള്ള അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത്ര ഭീകരമാണ് നരകം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ആ നരകത്തിന്റെ അടുക്കിലേക്ക് ഞാൻ പോയി, ഇന്നന്നാറ അതിനൈതു മിന്നീ, ആ നരകത്തിന്റെ തീച്ചൂടുകൾ എന്റെ മുഖത്തെ കാഞ്ഞടിച്ചപ്പോ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതരായ ലോകത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമേ, അല്ല കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ആരംഭമേ, അവലംബമേ, ഞാൻ നരകത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ ആ നരകത്തിന്റെ ഭീകരത ഞാൻ കണ്ടു. അതിന്റെ ചൂട് എന്റെ മുഖത്തോട്ടത് അടിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ നരകത്തിന്റെ പുക വന്നപ്പോ അതെന്റെ മുഖത്ത് തട്ടാതെ ഞാൻ എന്റെ മുഖത്ത് നിന്ന് നരകത്തിന്റെ പുകയെ കൈകൊണ്ട് മെല്ലെ മെല്ലെ ആട്ടി ഓടിച്ചെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ.